എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജനുവരി 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരളത്തിലെ ജയിലുകളിലുള്ള തടവ് പുള്ളികളുടെ ദിവസ വേതനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. സ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവരുടെ വേതനം 620 രൂപയാക്കി. നേരത്തെ ഇത് 152 രൂപയായിരുന്നു. സെമി സ്കിൽഡ് ജോലികൾ ഏർപ്പെടുന്നവരുടെ വേതനം 127 നിന്നും 560 രൂപയാക്കുകയും അൺസ്കിൽഡ് ജോലികളിൽ ഏർപ്പെടുന്നവരുടെ വേതനം 530 രൂപയാക്കി വർദ്ധിപ്പിച്ചു. നേരത്തെ ഇത് 63 രൂപയായിരുന്നു. സംസ്ഥാനത്തെ 4 സെൻട്രൽ ജയിലുകളിലായി 3000-ലധികം തടവ് പുള്ളികൾക്കാണ് ജോലിക്ക് വേതനം നൽകി വരുന്നത്. അവസാനമായി തടവ് പുള്ളികളുടെ വേതനം വർദ്ധിപ്പിച്ചത് 2018-ലായിരുന്നു. തടവുകാരെ സ്വയം പര്യാപ്തമാക്കി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയിലുകളിൽ ജോലി ചെയ്യുന്നതിന് കൂലി ഏർപ്പെടുത്തി വരുന്നത്. തമിഴ്നാട്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ തടവുകാരുടെ വേതനം കുറവാണെന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വേതന വർധനവുണ്ടായിട്ടുള്ളത്. ഓർക്കുക, വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കോടതി കുറ്റക്കാരാണെന്ന് ശിക്ഷ വിധിച്ച് ശിക്ഷ അനുഭവിക്കുന്നതിനിടെയാണ് ഇവർക്ക് ഈ ജോലി ചെയ്യാൻ കഴിയുന്നത്. ഈ സമയത്താണ് ഇവരുടെ വേതനം ഇങ്ങനെ 10 മടങ്ങോളം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. 500-ന് മുകളിലാണ് എല്ലാവർക്കും ഇനി കൂലി ലഭിക്കുക. അതായത് മാസം 15,000 രൂപയോളം തൊഴിലുറപ്പ് വേതനത്തെക്കാൾ കൂടുതൽ ജയിലിലുള്ളവർക്ക് ഇനി കൂലി ലഭിക്കും എന്നർത്ഥം. ഇങ്ങനെ പോവുകയാണ് എങ്കിൽ പുറത്ത് ജോലിയില്ലാത്ത ആളുകൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് ജയിലിൽ അകപ്പെടുകയാണ് എങ്കിൽ അവർക്ക് അതൊരു പ്രവാസി ജീവിതം പോലെയാകും. ഇടയ്ക്ക് ലീവിന് വരുന്നത് പോലെ പരോളിനും ഇറങ്ങാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക. സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ചു തുടങ്ങി. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം അറിയാനുള്ള നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പരിപാടിക്ക് തുടക്കമായി. 85,000 കർമ്മസേന അംഗങ്ങൾ 85 ലക്ഷം വീടുകൾ സന്ദർശിച്ചാണ് വിവരം ശേഖരിക്കുന്നത്. ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങളും ജനങ്ങൾക്ക് ഇതിലൂടെ അറിയിക്കാവുന്നതാണ്. 10ാം വർഷത്തിലേക്ക് കിടക്കുന്ന പിണറായി സർക്കാരിനെ കുറിച്ച് ജനം എന്ത് ചിന്തിക്കുന്നു എന്ന് കണ്ടെത്തുക എന്നതാണ് നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. നടപ്പിലാക്കി വരുന്ന വികസന പദ്ധതികളിൽ എന്തെല്ലാം മാറ്റം വേണം, എന്തെല്ലാം പുതിയ ക്ഷേമ പദ്ധതികൾ വേണം, നിലവിലെ പദ്ധതികളിൽ മാറ്റം നിർദ്ദേശിക്കുന്നുണ്ടോ എന്നിങ്ങനെയാണ് പ്രധാനമായും ആരായുന്നത്. പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന 8 പേജുള്ള ലഘുരേഖയും സന്നദ്ധ പ്രവർത്തകർ പൊതുജനങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ഒരു വാർഡിൽ 4 കർമ്മസേന അംഗങ്ങളാണ് ഉണ്ടാകുക. പൊതുജന കൂട്ടായ്മകളും ചർച്ചകളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ശേഖരിക്കുന്ന വിവരങ്ങൾ ഒരു ആപ്പിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് വിശകലനം ചെയ്ത് സമഗ്ര റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനാണ് സർക്കാർ തീരുമാനം. അടുത്തത് SBI ബാങ്ക് അക്കൗണ്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. SBI ഉപഭോക്താക്കൾക്ക് ഇനി മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിച്ചാൽ കൂടുതൽ തുക നൽകേണ്ടി വരും. ATM ട്രാൻസാക്ഷൻ ചാർജ് SBI മാറ്റം വരുത്തിയതോടെയാണ് ഇത്. പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിട്ടുണ്ട്. സേവിങ്സ്, സാലറി, കറന്റ് അക്കൗണ്ട് ഉടമകൾക്ക് ഇതുമൂലം ചാർജ് വർദ്ധിക്കും. SBI സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് മറ്റ് ബാങ്കുകളുടെ ATM-ൽ നിന്നും 5 തവണ സൗജന്യ ഇടപാടുകൾ നടത്താൻ സാധിക്കും. എന്നാൽ ഇതിന് ശേഷം മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിച്ചാൽ 23 രൂപയും GST-യും നൽകേണ്ടി വരും. 21 രൂപയും GST-യുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിരക്ക്. നേരത്തെ സാലറി അക്കൗണ്ട് ഉടമകൾക്ക് മറ്റ് ATM-കൾ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾക്ക് പരിധി ഇല്ലായിരുന്നു. എന്നാൽ ഇനി മുതൽ 10 ഇടപാടുകൾ മാത്രമേ ഇവർക്ക് സൗജന്യമായി നടത്താനാകൂ. പിന്നീട് നടത്തുന്ന ഓരോ ഇടപാടുകൾക്കും 23 രൂപയും GST-യും നൽകേണ്ടി വരും. എന്നാൽ SBI കറന്റ് അക്കൗണ്ട് ഉടമകൾക്ക് ഒരു ഇടപാട് പോലും മറ്റ് ATM ഉപയോഗിച്ച് സൗജന്യമായി നടത്താനാകില്ല. ഇവർക്ക് മറ്റ് ATM-കൾ ഉപയോഗിക്കുമ്പോൾ 23 രൂപയും GST-യും ഓരോ ഇടപാടിനും നൽകണം. കിസാൻ ക്രെഡിറ്റ് കാർഡ്, ബേസിക് സേവിംഗ് ബാങ്ക് ഡിപ്പോസിറ്റ് എന്നിവർക്ക് മറ്റ് ബാങ്കുകളുടെ ATM ഉപയോഗിച്ച് നടത്താവുന്നതിനും പരിധി ഉണ്ടാകുകയില്ല. സംസ്ഥാനത്ത് 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷാ നടപടികൾ ഡിസംബർ 22 മുതലാണ് ആരംഭിച്ചത്. പദ്ധതിയിൽ ഇതിനകം തന്നെ 10 ലക്ഷത്തോളം അപേക്ഷകൾ എത്തി എന്നുള്ളതാണ് വിവരം. ഈ മാസം മുതൽ തന്നെ തുക വിതരണം ഉണ്ടാകും.
പ്രഖ്യാപനം നവംബർ ഉണ്ടായതുകൊണ്ട് തന്നെ നവംബർ മാസം മുതലുള്ള മുൻകാല പ്രാബല്യം ഇതിനുണ്ടാകുമോ എന്നുള്ള സംശയം ഉള്ളതിനാൽ നവംബർ മാസം മുതൽ മുൻകാല പ്രാബല്യത്തോടെ വിതരണം ചെയ്യുകയാണ് എങ്കിൽ ഓരോ ഗുണഭോക്താവിനും 1000 പകരം 3000 രൂപയാണ് ആദ്യ വിതരണത്തിൽ ലഭിക്കുക. ജനുവരി മാസത്തെ തുക മാത്രമായിരിക്കില്ല നവംബർ, ഡിസംബർ മാസത്തേതും കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതല്ല ഈ മാസം മുതലുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് എങ്കിൽ 1000 രൂപ മാത്രമായിരിക്കും ലഭിക്കുക. BPL വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന 35 മുതൽ 60 വയസ്സുവരെ മറ്റ് സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ജനനം തെളിയിക്കുന്നതിനുള്ള രേഖ റേഷൻ കാർഡ്, ആധാർ കാർഡ്, IFSC കോഡ് ഉൾപ്പെടെയുള്ള ബാങ്ക് പാസ്ബുക്ക്, ഒരു ഫോട്ടോ, പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ അർഹയാണ് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപത്രം എന്നിവയാണ് അപേക്ഷ നൽകുന്നതിന് വേണ്ടി വേണ്ടത്. സ്വന്തമായും അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും അപേക്ഷ നൽകാവുന്നതാണ്. പദ്ധതി പ്രകാരം അംഗങ്ങളാവുന്നവർക്ക് എല്ലാ വർഷവും ആധാർ അധിഷ്ഠിത മസ്റ്ററിംഗ് ഉണ്ടാകും. അതായത് ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്തുന്നത് പോലെ എല്ലാവരും അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ആദ്യ ഗഡു ഈ മാസം വിതരണം ചെയ്യുമ്പോൾ നിലവിൽ അർഹരായിട്ടുള്ള നിരവധി പേർ പിങ്ക് അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഇതിൽ നിന്നും പുറത്താണ്. നീല, വെള്ള റേഷൻ കാർഡിൽ പാവപ്പെട്ട ആളുകൾ നിരവധി പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടാൻ ഇതിന് അപേക്ഷ നൽകാനുള്ള ഏക മാർഗമാണ് ഇനി പറയുന്നത്. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിൽ ഉൾപ്പെടണം. അതിനുവേണ്ടി ജനുവരി 15 മുതൽ ഓൺലൈനായി വീണ്ടും അപേക്ഷ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല, വെള്ള റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിന് ജനുവരി 15 മുതൽ തന്നെ അപേക്ഷ നൽകി ഉടനെ BPL കരസ്ഥമാക്കുക. കാർഡ് BPL ആയിക്കഴിഞ്ഞാൽ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാം. അങ്ങനെയാണ് നിലവിൽ നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് 1000 രൂപ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാനുള്ള ഏക മാർഗം. അല്ലാതെ നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തിൽ എടുത്തുകൊണ്ട് തന്നെ മുൻഗണന റേഷൻ കാർഡിന് വേണ്ടി അപേക്ഷ നൽകുക. അപേക്ഷ നൽകിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ ഈ അപേക്ഷയുടെ പ്രിന്റ് ഔട്ടോ അല്ലെങ്കിൽ മറ്റു ഫോമുകളോ നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാത്രം അവ നൽകുക. അല്ലാത്തവർ അത് കയ്യിൽ സൂക്ഷിക്കുക. ഇതാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവും ഈ മാസം 20-ന് ശേഷം ഉണ്ടാകും. 20-ന് കടമെടുപ്പ് ഉണ്ടാകും. 22-ഓടുകൂടി പെൻഷൻ വിതരണം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ നിങ്ങളെ അറിയിച്ചതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 155 രൂപ വർദ്ധിച്ച് 13,030 രൂപയും പവന് 1,240 രൂപ കൂടി 1,04,240 രൂപയും ആയി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ